ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യം വേറൊരു ഫ്രണ്ടിനെ കാണാൻ അവളെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ പോകാനായിരുന്നു പ്ലാന്. പക്ഷേ അവളെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവൾ വീട്ടിലില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന്. അങ്ങനെ നമ്മൾ നേരിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനൊക്കെ നോക്കി സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിറങ്ങിയപ്പോഴാണ് നമ്മൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലം ക്ലോസ്ഡ് ആണ്. കാരണം നമ്മൾ സൺഡേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നവാമാട്ടിലാണ് വരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ വേറെ ഏതെങ്കിലും കട നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് നമുക്ക് ഒരു കട കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ 10 സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രേരിപ്പിക്കുകയായിരുന്നു. ചേട്ടൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ചേട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്ന് ഞാൻ മുന്നേ ഒരു ലിസ്റ്റ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിസ്റ്റിൽ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടോ ഇല്ല എന്നൊക്കെ ചെക്ക് ചെയ്യണം. എൻ്റെ ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് റിസ്വാന എന്നാണ്. മൂപ്പരാൾക്ക് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ എനിക്ക് എല്ലാ വീഡിയോസും എടുത്തു തന്നത്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ടൊരു സാധനം നമ്മൾ നോക്കിയത് കിട്ടാഞ്ഞത് ടേബിളിന് ഇടാനായിട്ടൊരു വൈറ്റ് ഷീറ്റ് ഞാൻ കുറച്ച് അധികമായി നോക്കി നടക്കുന്നു. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊഴിച്ച് ബാക്കി ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ചോക്ലേറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ കുറേ ക്യൂട്ടായിട്ടുള്ള ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു കടയാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ടേബിളിന് ഇടാനായിട്ടൊരു വൈറ്റ് ഷീറ്റാണ് മെയിനായിട്ട് എവിടെ നിന്നും കിട്ടാഞ്ഞത്. കുറേ സ്ഥലത്തൊക്കെ നോക്കി. അപ്പോൾ എല്ലായിടവും ഇതുപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. പ്ലെയിൻ ആയിട്ട് വരുന്നത് കുറവാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയില്ല എന്നൊക്കെ കറക്റ്റായിട്ട് ഈ കുട്ടി ഇവിടെ നിന്ന് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള വാൾ ഹുക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. വേറെ ഒരെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട്. അതാ ചേട്ടൻ ഇങ്ങനെ ഒലിച്ചെടുക്കുകയാണ്. അതെന്താണാവോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ എത്തി. നമ്മളെ ലിസ്റ്റിലുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് വൈമാളിയിൽക്കാണ് കേട്ടോ. അപ്പോൾ ഈ ചാടിത്തുള്ളി പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിൽ മിൽക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ നടുറോട്ടിൽ നിന്നിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. നാട്ടുകാർ മൊത്തം ഞങ്ങളെ നോക്കി നിൽക്കായിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ റോട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, എല്ലാവരും ഞങ്ങളെ നോക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ വൈമാളിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് വെറുപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. അങ്ങനെ വൈമാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അവിടെ നിന്ന് പോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് പോസ് ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ ഞങ്ങളെ തന്നെ നോക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ ഫുള്ളായിട്ട് പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിൽ മിൽക്ക് കുടിക്കാൻ തന്നെയാണ്. ഞങ്ങൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് ഒരു അവിൽ മിൽക്ക് കുടിച്ചിട്ട് പോവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറേ ക്രിസ്മസ് ട്രീസും സ്റ്റാർസും ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. മുകളിലാണെങ്കിൽ കുറേ ക്രിസ്മസ് ട്രീസ് എയറിൽ നിൽക്കുന്നുണ്ടായിരുന്നു. താഴത്തും കുറേ ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് അതിനൊക്കെ വീഡിയോ എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിൽ മിൽക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ മുകളിൽ കയറണം കേട്ടോ. അപ്പോൾ എസ്കലേറ്ററിൽ ഞാൻ കയറേണ്ട, സ്റ്റെപ്പ് കയറി പോവാന്ന് പറഞ്ഞതിനാണ് ഈ നിന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ ഉള്ള സ്റ്റെപ്പൊക്കെ കയറ്റിയിട്ട് ഇതേ മുകളിലേക്ക് കൊണ്ടുപോവാണ്. നടന്ന് എനിക്ക് വയ്യാണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അവൾ തന്നെ സ്വന്തമായിട്ട് വീഡിയോസും വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റെപ്പ് കയറി അവൾക്ക് വയ്യാണ്ടായി എന്നൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. അത് ഞാൻ നൈസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തിയപ്പോൾ ഇതുപോലെ കുറേ ക്രിസ്മസ് ട്രീസ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്രിസ്മസ് ട്രീസും എയറിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിൽ മിൽക്ക് ഓർഡർ ചെയ്യുകയാണ്. സാധാ അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അവിൽ മിൽക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് കുറേ നേരം നിന്ന് പോസിങ്ങും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിൽ മിൽക്ക് കുടിക്കാനായിട്ട് ഞങ്ങൾ വന്നിരുന്ന് ഓരോ ബഡായൊക്കെ പറഞ്ഞിട്ട് അവിൽ മിൽക്ക് കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾ വീഡിയോസ് എടുക്കണമുണ്ട് കേട്ടോ. അങ്ങനെ അവിൽ മിൽക്ക് തികയാത്തത് കൊണ്ട് ഒരു പിസ്സയും കൂടെ ഓർഡർ ചെയ്തിട്ട് അവളിങ്ങനെ ഇടുന്നതൊക്കെ കാണിക്കണം, വീഡിയോയിൽ എന്തായാലും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. അങ്ങനെ പിസ്സ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരെയും പഠിപ്പിച്ചു തരുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അവൾ കാണിക്കുന്നത്. ഈ ചെറിയ പാക്കറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് കൊളാക്കിയിട്ടുണ്ട്. അങ്ങനെ സോസ് ഒഴിക്കണത് വരെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. ഇവളാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ട്, കൂടെ വരുന്നുണ്ടോയെന്ന് വെച്ചാൽ ഒരു തിരക്കും പറയാതെ അപ്പം തന്നെ പോവാന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും സ്റ്റുഡിയോയിൽ പോയി. വെറുതെ പോയതാണ് എല്ലാ ഡ്രസ്സുകളൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ഈ ഡയലോഗ് അടിക്കുന്നത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗൈസ് എന്നാണ് പറയുന്നത്. വെറുതെയാണ്, ഡ്രസ്സൊന്നും എടുക്കാനല്ല, ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ വെറുതെ ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്.
പിന്നെ ഞാൻ മെയിനായിട്ട് ഡ്രസ്സുകളും ചെരുപ്പുകളും കണ്ടു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ സ്റ്റക്കാവും. ഓർണമെൻറ്റ്സ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഡ്രസ്സുകൾ ചെരുപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ ഇവളിതാ ഓരോ ചെരുപ്പ് എടുത്തിട്ട് ഇത് അടിപൊളിയാണല്ലേ ഇത് അടിപൊളിയാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും വാങ്ങൂല, വെറുതെ ഷോ ആണ്. വീഡിയോ എടുക്കണോണ്ട് തന്നെ കുറച്ച് അധികം ഷോ ആയിരുന്നു. വീഡിയോ എടുക്കണോണ്ട് തന്നെ എല്ലാ ഡ്രസ്സും ഇങ്ങനെയൊക്കെ വെച്ച് ഭയങ്കര കാണിക്കലാണ് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ഡ്രസ്സും വാങ്ങണ പോലെയാണ് ആ കാട്ടായം കണ്ടു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ സുഡിയോന്ന് ഒരു സാധനം പോലും വാങ്ങിയിട്ടില്ല. വെറുതെ അവിടെ കയറി ഓരോ ഡ്രസ്സുകൾ ഇതാ ഇങ്ങനെ ട്രയൽ ചെയ്ത് മൂപ്പരാൾ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പിങ്ക് ഷർട്ട് ഇഷ്ടമായി. അപ്പോൾ അത് എടുത്തോളാൻ പറഞ്ഞപ്പോൾ 10ൻ്റെ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സുഡിയോന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ കിട്ടാനുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മെയിനായിട്ട് എവിടെ നിന്നും കിട്ടാഞ്ഞത് നമ്മൾ ടേബിളിൽ ഇടാനായിട്ടൊരു വൈറ്റ് ഷീറ്റാണ്. അപ്പോൾ അവിടെ നമ്മുടെ കുട്ടി ഒരു ഫേക്ക് പ്ലാന്റ് കൈ പിടിച്ച് നിൽക്കായിരുന്നു കേട്ടോ. ഞാനത് അറിഞ്ഞില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് കാണുന്നത്. വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് കുറേ നേരം മൂപ്പരാൾ പോസും ചെയ്ത് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ഡെസ്കിൽ വെക്കാനായിട്ട് ഒരു ഫേക്ക് പ്ലാന്റ് നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതൊരു യെല്ലോ കളർ വരുന്നൊരു പോട്ടാണ്, ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. ഡെസ്കിൽ വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഫ്ലവർ ഉള്ളതും ഫ്ലവർ ഇല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിങ്കും പിന്നെ ആ യെല്ലോയാണ് ഇഷ്ടപ്പെട്ടത്. അതിൽ യെല്ലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ യെല്ലോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ബാക്കിയൊന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് എടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അതൊന്നും വേണ്ട, ഇത് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഫിക്സ് ആക്കി. താഴെ കുറച്ച് ഫ്ലവർ വൈസ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് അതൊക്കെ തട്ടിമറിഞ്ഞ് വീഴണ സൗണ്ട് കേട്ട്. അപ്പോൾ അവിടെ നിന്ന് അവരെന്നെ പുറത്താക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് മാറി. പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് കുറേ ഹെയർ ബാൻഡ്സും പിന്നെ കീ ചെയിൻസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഒരു ഫ്രോഗിൻ്റെ കീ ചെയിൻ കണ്ടിട്ടോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, പക്ഷേ ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതും പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ പിങ്ക് കളർ ഫ്രോഗും നല്ല രസമുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈമാളിയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ആകെ ഫേക്ക് പ്ലാന്റ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് 99 തുടങ്ങി 999 വരെ വിലയുള്ള സാധനങ്ങൾ കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കയറിയിട്ട് നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ കിട്ടാനുണ്ടായിരുന്നു. അതുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് വലിയ നാനോ ടേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടേപ്പൊക്കെ ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് എന്നെ പിന്നീന്ന് ഒരാൾ തോണ്ടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മളിവിടെ വൈറ്റ് ഷീറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഇവിടെയും വൈറ്റ് ഷീറ്റ് ഉണ്ടായിരുന്നില്ല. കൂടുതലായിട്ട് ഈ ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്യുന്ന ഷീറ്റാണ് എല്ലാവരും ഉള്ളത്. പിന്നെ പ്ലെയിൻ കളറായിട്ടുള്ള ഷീറ്റ് നമുക്ക് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. വൈറ്റ് മാത്രമല്ല ഒരു കളറും പ്ലെയിൻ കളറായിട്ട് ഷീറ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് കട്ട്ലറ്റും പിന്നെ സർബത്തും കഴിച്ചത്. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം ബടായൊക്കെ പറഞ്ഞു. ഇവിടെ പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവസാനത്തെ ശ്രമമായിട്ട് ഒരു കടയിലും കൂടെ ഷീറ്റ് നോക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് ആ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു അമ്മാമ്മ ഇതുപോലെ കുറേ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പോയ കടയിലും ഷീറ്റ് കിട്ടിയില്ല. അതാണ് ഇപ്പോൾ ഇവളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കുറേ കടയിൽ കയറി എവിടെ നിന്നും ഷീറ്റ് കിട്ടിയില്ല ഗൈസ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ബസ്സിലിരുന്നിട്ടാണ് നമ്മളെ ബാക്കിയുള്ള വീഡിയോസൊക്കെ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. 2-3 സാധനങ്ങൾ മാത്രം കിട്ടാത്തതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവളുടെ സ്ഥലത്തിയപ്പോൾ അവൾ വീട്ടിലേക്ക് പോവാണ്, ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ സ്ഥലത്തി ഞാൻ ഓട്ടോ വിളിച്ചിട്ട് 2 കവറൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ പുറത്ത് പോകുന്നത്, അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ക്രിസ്മസിൻ്റെ ക്രാഫ്റ്റൊക്കെ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, അത് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.